Hello everyone, 4th സെമ്മിലെ തേർഡ് മൊഡ്യൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനേഷനാണ് ഉള്ളത്, എന്താണെന്ന് നോക്കാം. T be a function which is defined for all t greater than or equal to 0, then the Laplace transform of f of t is denoted by capital F of s and is defined as f of s equal to integral 0 to infinity e raised to minus st into f of t dt provided that the integral exists. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് പോസിറ്റീവായിട്ട് വരുന്ന 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ഡൊമൈനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് ഓഫ് ടി ഡിഫൈൻഡ് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഡൊമൈനിനകത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇതാണ് നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനിൽ കാണാതെ പഠിച്ചു വെക്കേണ്ടത്. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതിന് നമ്മൾ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st into f of t dt provided the integral exists. ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പഠിക്കേണ്ട ഡെഫിനേഷൻ. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st into f of t dt. ഈ എല്ലാണ്, ഈ സാധാരണ എല്ലല്ല, ഒരു സ്ക്രിപ്റ്റ് എല്ലാണ് നമ്മൾ കൊടുക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്. ഇപ്പോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതാണ് എൽ ഓഫ് എഫ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടീൻ്റെ ട്രാൻസ്ഫോമിന് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് കൊടുക്കണം. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഈ ഫോമുല കാണാതെ പഠിക്കുക, കാരണം ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഇനി ദ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് കാൾഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. സ്മോൾ ലെറ്റർ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ എസ് എന്ന് പറയുന്നത് റിയൽ ഓർ കോംപ്ലക്സ് പാരാമീറ്റർ. നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട്, അതായത് ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഒന്നുകിൽ ഒരു റിയൽ നമ്പർ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് പാരാമീറ്റർ, ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് റിയലോ കോംപ്ലക്സോ ആവാം. ദ ഓപ്പറേറ്റർ എൽ ദാറ്റ് ട്രാൻസ്ഫോംസ് എഫ് ഓഫ് ടി ഇൻടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് കാൾഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനെ എന്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് ബൈ ദ ഓപ്പറേറ്റർ. അപ്പോൾ എഫ് ഓഫ് ടീന് നമ്മൾ ആ ഓപ്പറേറ്റർ കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എസ് ആവുന്നത്. സോ എല്ലിന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ എന്ന് പറയും. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ദ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഓഫ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എസിന് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയും. ഈ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടീനെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്നാണ് പറയുക. The original function f of t of equation number 1 is called the inverse transform of inverse of f of s and will be denoted by L inverse of f. That is f of t equal to L inverse of f of s. L of f of t f of s ആണെങ്കിൽ എഫ് ഓഫ് ടി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും എൽ ഇൻവേഴ്സ് എടുക്കുക. എൽ ഇൻവേഴ്സ് എൽ എന്നുള്ളത് ഐഡൻറ്റിറ്റി ആവും. ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അപ്പോൾ എഫ് ഓഫ് എസ് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് ടീനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയും. ഇനി ഓരോരോ റിസൾട്ടുകളാണ്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമിനെയും ഒറിജിനൽ ഫംഗ്ഷനെയും ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് റിമാർക്കിൽ പറയുന്നത്. വി യൂസ് ദ കൺവെൻഷൻ ദാറ്റ് original functions are denoted by lowercase letters and their transforms by the same letters in capital, so that capital F of s denote the Laplace transform of f of t and y of s denote the transform of
സ്മോൾ ലെറ്റർ y ഓഫ് ടി ആൻഡ് സോ ഓൺ. അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോമിനെയാണ് ഡിനോട്ട് ചെയ്യുക. ഒറിജിനൽ ഫംഗ്ഷന് സ്മോൾ ലെറ്റർ എഫ് ഓഫ് ടി. ഇപ്പോൾ നമ്മൾ ഏതാണോ ലെറ്റർ എടുക്കുന്നത് അത് തന്നെയായിരിക്കണം സ്മോളിലാണെങ്കിലും ക്യാപിറ്റലാണെങ്കിലും എഴുതുക. എഫ് ഓഫ് ടി ആണ് ഒറിജിനൽ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. വൈ ഓഫ് ടി ആണ് ഒറിജിനൽ ഫംഗ്ഷൻ എങ്കിൽ ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആയിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വരിക. അപ്പോൾ ആ കാര്യങ്ങളാണ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒറിജിനൽ ഫംഗ്ഷൻ സ്മോൾ ലെറ്റേഴ്സും ട്രാൻസ്ഫോം എഴുതുമ്പോൾ ആ ലെറ്ററിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് വേണം ട്രാൻസ്ഫോം എഴുതാൻ. ഇനി ഇവിടെ ട്രാൻസ്ഫോംസ് ഓഫ് എലമെൻ്ററി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ഒരു 8 റിസൾട്ടോളം ഉണ്ട്. ആ റിസൾട്ടെല്ലാം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഇത് എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ ബോക്സിനകത്തിട്ടത് ഈ റിസൾട്ടുകളെല്ലാം നമുക്ക് വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് എന്താണെന്ന് നോക്കുക. എൽ ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. അതായത് 0 ഫംഗ്ഷനെ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് 0 തന്നെയായിരിക്കും. എൽ ഓഫ് 0 ഈക്വൽ ടു 0, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 0 ഈക്വൽ ടു 0 തന്നെ വരിക. ഇതൊരു റിസൾട്ടാണ്. പക്ഷേ ഈ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ്. നമുക്കറിയാം ഡെഫിനിഷൻ എന്താ. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണെന്ത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടിക്ക് പകരം തന്നിട്ടുള്ളത് 0 ആണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുള്ളത്. സോ ബൈ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ടി ഈസ് ഈക്വൽ ടു ഇതാണെന്ന് നമുക്കറിയാം. സോ എൽ ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് ടി 0 ആണെങ്കിൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം 0 ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 എന്ത് തന്നെയാണ് 0 തന്നെയാണ്. അപ്പോൾ എൽ ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് റിസൾട്ടാണ് എൽ ഓഫ് 1 ഈക്വൽ ടു 1 ബൈ എസ് വെർ എസ് ഗ്രേറ്റർ ദാൻ 0. ഡിനോമിനേറ്ററിൽ എസ് ആ പാരാമീറ്റർ വരുന്ന കേസിലെല്ലാം ഡിനോമിനേറ്ററിൻ്റെ വാല്യൂസ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ആയിട്ടുള്ള കേസിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല ട്രാൻസ്ഫോം എടുക്കണില്ല. അപ്പോൾ എസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് അതിൽ എസ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് എന്നാണ്. അതായത് ഇവിടുത്തെ എഫ് ഓഫ് ടീൻ്റെ വാല്യൂ 1. Here f of t is equal to 1, therefore L of 1 is equal to, by definition, L of f of t integral 0 to infinity e raised to minus st into f of t dt ആണ്. f of t is equal to 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഈ റിസൾട്ടിലുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എഫ് ഓഫ് ടിക്ക് 1 എന്ന് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into 1 dt which is equal to ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ടി തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എച്ചിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് ഇ റേസ് ടു എച്ചിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു എച്ച് തന്നെ. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടീൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ ഈ മൈനസ് എസ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് താഴെ എഴുതണം. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് കിട്ടി. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഇതിൽ എസ് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. സോ -1 ബൈ എസ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ -1 ബൈ എസ് ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. -1 ബൈ എസ് ഈ ടേമിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് എസ് ടി മാത്രം. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടിക്ക് 0 കൊടുത്താൽ ഇ റേസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു -1 ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റീൻ്റെ വാല്യൂ. ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ദാറ്റ് ഇസ് 1 ബൈ ഇൻഫിനിറ്റി 0. ഇത് രണ്ട് റിസൾട്ടാണ്. ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു -1 ബൈ എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിൻ്റെ വാല്യൂ 0 മൈനസ് ഇ റേസ് ടു 0ൻ്റെ വാല്യൂ ഇ റേസ് ടു 0 1. അപ്പോൾ 0 മൈനസ് 1 -1 ബൈ എസ് ഇൻറ്റു -1 1 ഉള്ളത് മൈനസും മൈനസും പോസിറ്റീവ് ആയി 1 ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത റിസൾട്ട് 3 എൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ എസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ആവുമ്പോൾ എൽ ഓഫ് ടീൻ്റെ വാല്യൂ എന്താ 1 ബൈ എസ് സ്ക്വയർ ആണ്. നമ്മൾ 3 റിസൾട്ട് പറഞ്ഞു. എൽ ഓഫ് 0 0, എൽ ഓഫ് 1 1 ബൈ എസ്, എൽ ഓഫ് ടി 1 ബൈ എസ് സ്ക്വയർ ആണ്. ഇതും പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്.
എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. ഇവിടെ എഫ് ഓഫ് ടിക്ക് പകരം ടി ആണ് കൊടുത്തിട്ടുള്ളത്. ബൈ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി ആണ്. അതിൽ എഫ് ഓഫ് ടിക്ക് പകരം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ എൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഐലേറ്റ് റൂള് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ILATE. എപ്പോഴും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഐലേറ്റ് എന്നുള്ള ഫോമിലാണ് നോക്കുക. അതായത് ഇൻവേഴ്സ്, ലോഗരിതമിക് ഫംഗ്ഷൻസ്, അതുപോലെ ആൾജിബ്രിക്, ടി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്, ഈ എക്സ്പോണൻഷ്യൽ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ടേം ആയിരിക്കണം നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത്. ഇവിടെയോ എക്സ്പോണൻഷ്യൽ സാധാരണ പോളിനോമിയൽ, അതായത് ആൾജിബ്രിക് സാധനം ടി ഉണ്ട്, അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് എക്സ്പോണൻഷ്യലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ലാസ്റ്റ് വരുന്ന രീതിയിൽ വേണം എഴുതാൻ. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടിക്ക് പകരം ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് എഴുതി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ ടിയും ഇ റേസ് ടു മൈനസ് എസ് ടിയും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ടിയിലുള്ള ഫംഗ്ഷൻ വന്നു. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ടി ആണ്. അപ്പോൾ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ഇനി ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണെന്ന് വെച്ചിട്ട് സെക്കൻഡിന് മാത്രം ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. രണ്ട് ടേമും കൂടി എടുത്തിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഹോളിനാണ് നമ്മൾ ലിമിറ്റ് കൊടുത്തത്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ടിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് -1/s പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ളത് ടി ഇ റേസ് ടു മൈനസ് എസ് ടി. ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് വരും? ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 പ്ലസ് ഈ മൈനസും കൂടെ നമുക്ക് പ്ലസ് 1/s പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഈ ടേം എന്താവും? ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിൻ്റെ വാല്യൂ 0. അപ്പോൾ 0 മൈനസ് 0 0. ഈ ടേം ഫുള്ള് 0 ആയി പോയി. ബാക്കിയുള്ളത് 1/s ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ 1/s ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക 0 to ഇൻഫിനിറ്റി. ഇനി ഈ -1/s നമ്മൾ ടിക്കാണ് എന്ത് കൊടുക്കുന്നത്? ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ടിയിൽ ഇല്ലാത്ത ടേമൊക്കെ നമുക്ക് ഈ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ടേമിൽ നിന്ന് -1/s പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? -1/s² ഇൻറ്റു ബാക്കിയുള്ളത് ഇ റേസ് ടു മൈനസ് എസ് ടി ആണ്. അതിന് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ദെൻ ലോവർ ലിമിറ്റ്. അപ്പോൾ -1/s² ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 0 which is equal to -1/s² into e raised to minus infinity ന്റെ വാല്യൂ 0 മൈനസ് e raised to 0 ന്റെ വാല്യൂ 1. 0 minus 1 minus 1 minus 1/s² into -1 plus 1/s². അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. L of t is equal to 1/s² ആണെന്നുള്ളത്. അടുത്ത റിസൾട്ട് 4. L of t raised to n equal to n factorial divided by s raised to n plus 1 where s greater than 0. n varies from 1 to 3 etc. നമ്മുടെ റിസൾട്ട് L of f of t എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ f of tക്ക് പകരമുള്ളത് t raised to n. അപ്പോൾ ഹിയർ f of t equal to t raised to n. ഇനി നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുകയാണ്. ബൈ ഡെഫിനിഷൻ L of f of t equal to integral 0 to infinity e raised to minus st into f of t dt എന്നാണ്. അപ്പോൾ റിസൾട്ട് എഫ് ഓഫ് ടിക്ക് പകരം ഇവിടെ ടി റേസ് ടു എൻ എന്ന് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടിക്ക് പകരം ടി റേസ് ടു എൻ ഡി ടി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ലാസ്റ്റ് ആണ്. ഇൻ്റഗ്രേഷനിൽ രണ്ട് ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ രണ്ടാമതായിട്ടാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതാം. which is equal to എന്തോന്നു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതി. ഇനി രണ്ട് ടിയിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യുക.
which is equal to നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ടി റേസ് ടു എൻ ഇൻറ്റു രണ്ടാമത്തതിൻ്റെ ഇൻ്റഗ്രൽ എന്താ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അതിൻ്റെ ലിമിറ്റ് കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ടി റേസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എൻ ടി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്ക് ഈ മൈനസ് വൺ ബൈ എസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് വൺ ബൈ എസ് ഇൻറ്റു ബാക്കിയുള്ളതിന് ലിമിറ്റ് കൊടുക്കുക. ടിക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ സീറോ. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് എന്നും വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നും എസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രേഷൻ നിന്ന് പുറത്തേക്ക് എടുക്കാം. എൻ ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേം സീറോ അല്ലെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി സീറോ സീറോ മൈനസ് സീറോ 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 ഇൻറ്റു മൈനസ് വൺ ബൈ എസ് സീറോ. അപ്പോൾ സീറോ പ്ലസ് എൻ ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ മൈനസ് വൺ e raised to minus st dt. അപ്പോൾ L of t raised to n is equal to n by s into integral 0 to infinity t raised to n minus 1 into e raised to minus st dt എന്ന് കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിർത്തി വെച്ചു. നമുക്ക് വേണ്ടത് L of t raised to n is equal to n factorial divided by s raised to n plus 1 എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ n factorial എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial എന്ന് പറഞ്ഞാൽ n into n minus 1 into n minus 2 into etc into 3 into 2 into 1. അതായത് 1 into 2 into 3 into etc into n. അത് n വരെയുള്ള നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് n ഫാക്ടോറിയൽ. അതായത് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 into 2 into 1. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 4 into 3 into 2 into 1. അങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into etc n വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ആ ടേം ആണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് L of t raised to n is equal to n by s into integral 0 to infinity t raised to n minus 1 into e raised to minus st dt വരെ കിട്ടി. ഇനി ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് കാണിക്കണം, ഈ ടേം ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയത് L of t raised to n by s into integral 0 to infinity t raised to n minus 1 into e raised to minus st dt എന്നാണ്. അപ്പോൾ L of അടുത്ത ടേം t raised to n minus 1 എന്ത് വരും നോക്കാം. L of t raised to n by s into L of t raised to n minus 1 ആണ്. സോ t raised to n പകരം n minus 1 ആകുമ്പോൾ ഇവിടെ എന്ത് വരും? L of t raised to n by s into L of t raised to n എന്നൊന്ന് കുറച്ചത്. അപ്പോൾ L of t raised to n minus 1 ഈക്വൽ ടു എന്ത് വരും? ഇത് വെച്ച് എഴുതുമ്പോൾ n minus 1 divided by s into L of t raised to n minus 1 minus 1. അതായത് L of t raised to n minus 2. ഇവിടെ n ആണെങ്കിൽ ഇവിടെ n minus 1 ആണ്. അപ്പോൾ n minus 1 ആകുമ്പോൾ ഇവിടെ ഒന്ന് കുറയും n minus 2. L of t raised to n minus 2 എന്ത് കിട്ടും? n minus 2 by s into L of t raised to n minus 2 minus 1. അതായത് n minus 3 etc. L of t cube എന്ത് വരും? 3 by s into L of t square ഒന്ന് കുറച്ചത്. L of t square എന്ന് പറഞ്ഞാൽ 2 by s into L of t. L of t എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ 1 by s into L of t raised to 1 minus 1. that is 1 by s into L of 1. 1 by s into L of 1 1 by s ആണ് 1 by s square. അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? ഈ ടേം വരെയുള്ളത് എഴുതി. that is L of t raised to n minus 1 n minus 1 by s into L of t raised to n minus 2 ആണ്. അപ്പോൾ ഇതിൽ ഓരോരോ ടേം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരിക. which implies therefore equation 1 എന്ന് പറഞ്ഞാൽ L of t raised to n by s into integral 0 to infinity t raised to n minus 1 e raised to minus s dt എന്നാണ്. അതിനകത്ത് t raised to n minus 2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? n by s into ഈ L of t raised to integral 0 to infinity t raised to n minus 1 e raised to minus st എന്ന് പറയുന്നത് L of t raised to n minus 1 ആണ്. which is equal to n by s into L of t raised to n minus 1 എന്നാണ് നമുക്ക് കിട്ടിയത്. integral 0 to infinity e raised to minus st integral 0 to infinity e raised to minus st into t raised to n എന്ന് പറയുന്നത് L of t raised to n ആണ്. അപ്പോൾ t raised to n minus 1 എന്ന് പറയുന്നത് L of t raised to n minus 1 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ n by s into L of t raised to n minus 1 ഉണ്ട്. ഇനി L of t raised to n minus 1ന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ n minus 1 by s into L of t raised to n minus 2 എന്ന് കിട്ടും. ഇനി L of t raised to n minus 2ന് പകരം നമുക്ക് n minus 2 by s ൻ്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പോൾ n by s into n minus 1 by s into n minus 2 divided by s into L of t raised to n minus 3. അടുത്ത ടേം എഴുതുമ്പോൾ ഇത് കൂടെ ചേർന്ന് വരും n minus 3 by s into L of t raised to n minus 4 etc. ലാസ്റ്റ് ടേം n by s into n minus 1 by s into n minus 2 by s into etc. ഇവിടെ നമുക്ക് 2 by s into L of t എന്ന് വരും. That is equal to n by s into n minus 1 by s into etc. 2 by s into L of t ന്റെ വാല്യൂ 1 by s സ്ക്വയർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റിസൾട്ട്. അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 1 by സ്ക്വയർ. ഇപ്പോൾ മുകളിലത്തെ ടേം n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2 ഇൻറ്റു 1 അത് n ഫാക്ടോറിയൽ ആണ്. ഇവിടെ എസ് മുതൽ ഇതുവരെയുള്ള ടേം ടോട്ടലായിട്ട് n എണ്ണമാണ്. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സെട്ര 1 എന്ന് പറഞ്ഞാൽ അത് n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ താഴെ ഉള്ളത് n ടേംസ് ആണ്, മുകളിലും താഴെയും. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഫസ്റ്റ് ടേം ഇവിടെ ഒരു ലാസ്റ്റ് ടേമിൽ എസ് സ്ക്വയർ ഉണ്ട്. ഇവിടുന്ന് ഇതുവരെയുള്ള ടേം എസ് റൈസ് ടു n minus 1 into s square. s raised to n minus 1 എന്ന് പറഞ്ഞാൽ താഴെയുള്ള ടോട്ടൽ ടേം s raised to n ആണ്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു s സ്ക്വയർ എന്നുണ്ട്. s സ്ക്വയർ ആകുമ്പോൾ ടോട്ടൽ s raised to n plus 1 which is equal to n factorial divided by s raised to n plus 1 കിട്ടി L of t raised to n. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഒരു ഗാമ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. ഇഫ് എ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ ദെൻ L of t raised to a. ഇവിടെ t raised to n എന്നാണ് എഴുതിയത്. n in varies from 1 2 3 etc. അതായത് t സ്ക്വയർ t ക്യൂബ് ഒക്കെ വരുമ്പോഴാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇഫ് എ ഈസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ t raised to a ആവുമ്പോൾ നമ്മൾ ഇത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ജസ്റ്റ് ഫോർമുല എന്താണ് വരിക എന്നുള്ളതാണ് ആദ്യം നോക്കണം. t raised to a e raised to minus st dt. ഇനി നമ്മളിതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. st ഈക്വൽ ടു എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ t ഈക്വൽ ടു എച്ച് ബൈ എസ് എന്നാവും. അപ്പോൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടിക്ക് പകരം എച്ച് ബൈ എസ് ഹോൾ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഈക്വൽ ടു എച്ച് ആണ് എടുത്തത്. ഇ റേസ് ടു മൈനസ് എച്ച് ഇൻറ്റു ഡി ടി എന്നുള്ള എന്താവും? ഡി ടി ഈസ് ഈക്വൽ ടു 1 by s dx. 1 by s കോൺസ്റ്റന്റ് എച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx 1 by s dx എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഒരു s raised to a ഉണ്ട്, ഇതിലൊരു s ഉണ്ട്. അത് ഇന്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കുക, കാരണം വിത്ത് റെസ്പെക്ട് ടു h ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 1 by s raised to a plus 1 ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി h raised to a, s പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ h raised to a ഇൻറ്റു e raised to minus h dx. ഗാമ ഓഫ് എ, ഇത് നമ്മൾ ഗാമ ഫംഗ്ഷൻ എന്നാണ് വിളിക്കാം. ഗാമ ഫംഗ്ഷൻ of a is equal to ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus h into h raised to a minus 1 dx എന്നാണ്. ഇവിടെ ആ ഫോമിലാണ് നടക്കുന്നത്. e raised to minus h into h raised to a. h raised to a minus 1 ആണെങ്കിൽ ഗാമ ഓഫ് a. അപ്പോൾ h raised to a ആണെങ്കിൽ ഇവിടെ a minus 1 ആണെങ്കിൽ ഇവിടെ ഉള്ളത് ഗാമ ഓഫ് a. അപ്പോൾ ഇവിടെ വരുന്നത് a ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? a plus 1 which is equal to ഗാമ ഓഫ് ഈ ഇന്റഗ്രലിന് പകരം ഗാമ ഓഫ് എ പ്ലസ് 1 കൊടുക്കുന്നത്. വായിക്കേണ്ടത് ഗാമ എന്നാണ് ഇങ്ങനത്തെ ഈ സിമ്പിളിനെ. അപ്പോൾ ഗാമ ഓഫ് എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എ പ്ലസ് 1. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ വായിക്കുന്നത് ഗാമ ഫംഗ്ഷൻ ഓഫ് എ പ്ലസ് 1 എന്നാണ്. പിന്നെ ഇതിന് ഇത്രയും നമുക്ക് പഠിച്ച് ഈ 4 പറഞ്ഞ റിസൾട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. നമ്മൾ പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ 4 റിസൾട്ടും. L of 0 0, L of 1 1 by s, L of t 1 by s square, L of t raised to n n factorial by s raised to n plus 1 ഉള്ളത്.